ലോകത്തിലെ ഏറ്റവും സുരക്ഷിതവും ആധുനികവുമായ വ്യോമ പ്രതിരോധ സംവിധാനം തങ്ങൾക്കുണ്ടെന്ന ഇസ്രയേലിന്റെ അപ്രമാദിത്വവാദങ്ങൾക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് പുതിയ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇസ്രയേലിന് നേരെ ഇറാൻ നടത്തിയ അതിശക്തമായ മിസൈൽ വർഷത്തിൽ അതീവ സുരക്ഷാ മേഖലയായ റാമത്ത് വ്യോമതാവളത്തിന് നേരിട്ട് പ്രഹരമേറ്റതായി വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്നത്. ശത്രുക്കളുടെ ഒരു മിസൈലിനെ പോലും തങ്ങളുടെ മണ്ണിൽ തൊടാൻ അനുവദിക്കില്ലെന്ന ടെൽ അവീവിന്റെ പ്രഖ്യാപനങ്ങളെ പൂർണ്ണമായും ചോദ്യം ചെയ്യുന്നതാണ് ഈ പുതിയ തെളിവുകൾ. ആക്രമണം നടന്നയുടൻ ഇറാന്റെ മിസൈലുകളെല്ലാം തങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ വിജയകരമായി വെടിവെച്ചിട്ടു എന്നായിരുന്നു ഇസ്രയേൽ സൈന്യവും ഭരണകൂടവും ഔദ്യോഗികമായി അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ബഹിരാകാശത്ത് നിന്നുള്ള അത്യാധുനിക ഉപഗ്രഹങ്ങൾ പകർത്തിയ ദൃശ്യങ്ങൾ ഈ വാദങ്ങളെ പൂർണ്ണമായി നിരാകരിക്കുന്നു. ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളിലൊന്നായ റാമത്ത് എയർബേസിന്റെ ഉള്ളിൽ മിസൈലുകൾ നേരിട്ട് വന്ന് പതിച്ചതിന്റെയും അവിടെ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതിന്റെയും അടയാളങ്ങൾ ഈ ചിത്രങ്ങളിൽ വ്യക്തമായി കാണാം. ഇസ്രയേൽ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ച യാഥാർത്ഥ്യങ്ങളാണ് ഈ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ഇപ്പോൾ ലോകത്തിന് മുൻപിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത്. ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കീർണവും മൾട്ടി ലെയേർഡുമായ പ്രതിരോധ വലയമാണ് ഇസ്രയേൽ തങ്ങൾക്കായി തീർത്തിരിക്കുന്നത്. ഹ്രസ്വദൂര മിസൈലുകളെ തടയുന്ന അയൺ ഡോം, ഇടത്തരം ഭീഷണികളെ നേരിടുന്ന ഡേവിഡ് സ്ലിംഗ്, അന്തരീക്ഷത്തിന് പുറത്തുവച്ച് തന്നെ ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള ആരവ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ 3 പ്രതിരോധ കോട്ടകളെയും ഒരേ സമയം ഭേദിച്ചുകൊണ്ടാണ് ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചിരിക്കുന്നത്. സൈനിക നിരീക്ഷകരെയും ആഗോള പ്രതിരോധ വിദഗ്ധരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്നതും ആശങ്കപ്പെടുത്തുന്നതുമാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ. ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് എവിടെയാണ് പിഴച്ചതെന്നതിനെ കുറിച്ച് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് ഈ ചിത്രങ്ങൾ തുടക്കമിട്ടിട്ടുണ്ട്. ലോകത്തെ മുൻനിര സാങ്കേതിക വിദ്യകളെ പോലും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള മിസൈൽ കരുത്ത് ഇറാൻ കൈവരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത്. റാമത്ത് വ്യോമതാവളത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ പൂർണ്ണമായ വ്യാപ്തിയോ ഇത് ഇസ്രയേൽ വ്യോമസേനയുടെ നിലവിലെ പ്രവർത്തനങ്ങളെ എത്രത്തോളം ബാധിച്ചു എന്നതോ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. സൈനിക രഹസ്യങ്ങൾ എന്ന നിലയിൽ ഇസ്രയേൽ ഈ വിവരങ്ങൾ കർശനമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എങ്കിലും മിസൈൽ വന്ന് പതിച്ച ഭാഗങ്ങളിലെ തകർച്ചയും കെട്ടിടങ്ങൾക്ക് സംഭവിച്ച കേടുപാടുകളും ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്യുന്ന വിദഗ്ധർ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാച്ചുറേഷൻ അറ്റാക്ക് അഥവാ ഒരേ സമയം 100 കണക്കിന് മിസൈലുകൾ ഒന്നിച്ച് തൊടുത്തുവിട്ട് പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്ക്രിയമാക്കുന്ന തന്ത്രമാണ് ഇറാൻ ഇവിടെ പ്രയോഗിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. എത്ര തന്നെ അത്യാധുനിക സാങ്കേതിക വിദ്യയാണെങ്കിലും ഒരേ സെക്കൻഡിൽ വിരൽ ചൂണ്ടാൻ കഴിയാത്തത്ര വേഗതയിലും എണ്ണത്തിലും മിസൈലുകൾ പ്രവഹിക്കുമ്പോൾ റഡാറുകൾക്കും കമ്പ്യൂട്ടറുകൾക്കും അവയെല്ലാം ഒരേ സമയം പ്രതിരോധിക്കാൻ കഴിയാതെ വരുന്നു. ഈ തന്ത്രപരമായ പോരായ്മയാണ് ഇറാൻ കൃത്യമായി ചൂഷണം ചെയ്തത്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രങ്ങൾ പുറത്തു വന്നത് വലിയൊരു നയതന്ത്ര സൈനിക തിരിച്ചടിയാണ്. മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ സൈനിക മേധാവിത്വം നിലനിർത്താനും സഖ്യകക്ഷികൾക്ക് ആത്മവിശ്വാസം നൽകാനും ഇസ്രയേൽ എപ്പോഴും ഉയർത്തിക്കാട്ടിയിരുന്നത് തങ്ങളുടെ വ്യോമ പ്രതിരോധ ശേഷിയായിരുന്നു. എന്നാൽ സ്വന്തം സൈനിക താവളങ്ങളെ സംരക്ഷിക്കുന്നതിൽ പോലും ഈ സംവിധാനം പരാജയപ്പെട്ടു എന്ന വാർത്ത ഇസ്രയേലിന്റെ ആഭ്യന്തര സുരക്ഷാ ബോധത്തെ പോലും സാരമായി ബാധിക്കുന്ന ഒന്നാണ്. ഇറാന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ തങ്ങളുടെ മിസൈൽ സാങ്കേതിക വിദ്യയുടെ വൻ വിജയമായാണ് അവർ ഇതിനെ കാണുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഇസ്രയേലിന്റെ അതിനൂതന റഡാറുകളെ വെട്ടിക്കൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയുമെന്ന് തെളിയിക്കാൻ കഴിഞ്ഞത് ഇറാന്റെ സൈനിക ആത്മവിശ്വാസം വാനോളം ഉയർത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പോന്ന ഒന്നാണ് ഈ ആക്രമണ വിജയം. ഈ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ഇസ്രയേൽ ഔദ്യോഗികമായി നൽകിയ ആദ്യകാല പ്രസ്താവനകളെല്ലാം വലിയ ചോദ്യചിഹ്നത്തിന് കീഴിലായിരിക്കുകയാണ്. യുദ്ധകാലത്ത് ഇരുപക്ഷവും നടത്തുന്ന പ്രൊപ്പഗണ്ടകളുടെയും വിവരയുദ്ധങ്ങളുടെയും പൊള്ളത്തരം കൂടിയാണ് ഈ ബഹിരാകാശ ദൃശ്യങ്ങൾ തുറന്നു കാട്ടുന്നത്. യുദ്ധക്കളത്തിലെ യഥാർത്ഥ വിവരങ്ങൾ ജനങ്ങളിൽ നിന്നും ലോകരാഷ്ട്രങ്ങളിൽ നിന്നും ഒളിപ്പിച്ചു വെക്കാൻ ഭരണകൂടങ്ങൾക്ക് ഇനി കഴിയില്ല എന്നതിന്റെ തെളിവ് കൂടിയാണിത്. ഈ മിസൈൽ തുളച്ചുകയറ്റം വരും ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ. തങ്ങളുടെ പ്രതിരോധ കോട്ട തകർക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഇസ്രയേലിന് കഴിയില്ല. ഇതിനു പകരമായി ഇറാനെതിരെ അതിശക്തമായ സൈനിക തിരിച്ചടിക്ക് ഇസ്രയേൽ മുതിരുമെന്നാണ് സൂചന.
ഇറാന്റെ ആണവ നിലയങ്ങളോ എണ്ണയുൽപാദന കേന്ദ്രങ്ങളോ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് ഇസ്രയേൽ നീങ്ങിയാൽ അത് മേഖലയെ പൂർണ്ണമായൊരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിക്കും. ആഗോള പ്രതിരോധ വിപണിയിലും ഈ സംഭവം വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. കോടിക്കണക്കിന് ഡോളർ ചിലവഴിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഇസ്രയേലിൽ നിന്നും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന മറ്റു രാജ്യങ്ങളും ഇപ്പോൾ പുനർചിന്തനത്തിലാണ്. ആധുനിക യുദ്ധങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള അതിവേഗ ആക്രമണങ്ങളെ ചെറുക്കാൻ നിലവിലെ സാങ്കേതിക വിദ്യകൾ മാത്രം മതിയോ എന്ന കാര്യത്തിൽ വലിയ പുനർമൂല്യനിർണയം നടത്താൻ ലോകരാജ്യങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. യുദ്ധമേഖലയിലെ ഈ നിർണായക തെളിവുകൾ പുറത്തു വരുമ്പോൾ ലോകം അതീവ ആശങ്കയോടെയാണ് പശ്ചിമേഷ്യയെ നോക്കിക്കാണുന്നത്. മിസൈലുകൾ തടയപ്പെട്ടു എന്ന ഇസ്രയേലിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ലെങ്കിലും ചില മിസൈലുകളെങ്കിലും ലക്ഷ്യം കണ്ടു എന്നത് യാഥാർത്ഥ്യമാണ്. ഈ മിസൈൽ വേട്ടയുടെ യഥാർത്ഥ ആഘാതം വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും സ്വീകരിക്കുന്ന സൈനിക നിലപാടുകളിലൂടെ മാത്രമേ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ.